എപ്പോഴും ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ ഒരേ ടൈപ്പ് ഓഫ് പേഷ്യൻസ് ഏകദേശം ഒരേ പ്രായവും കാര്യങ്ങളൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരേ ഏജ് ഗ്രൂപ്പിലായിരിക്കാം. അവർക്ക് ഒരേ ക്യാൻസർ, ഒരേ ടൈപ്പ് അവർ മനസ്സിലാക്കുന്നത് അവർക്ക് സെയിം ടൈപ്പ് ക്യാൻസർ ആണെന്നാണ്. അവർ സെയിം ടൈപ്പ് ട്രീറ്റ്മെൻറ്റാണ് അവർ ചെയ്യുന്നത്. പക്ഷേ ഒരാൾക്ക് അത് വെച്ച് ഇമ്പ്രൂവ്മെൻറ്റ് വന്നു, മറ്റേ ആൾക്ക് അത് വെച്ച് ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നില്ല, അല്ലെങ്കിൽ അത് കൂടുതൽ സീരിയസ് ആയി പോകുന്നു. അപ്പം ഇത് എന്തുകൊണ്ടാണ്? നമ്മൾ പലപ്പോഴും പറയും എന്ത് രോഗം എന്നുള്ളതിനേക്കാളും പ്രധാനം ആർക്കാണ് എന്ത് പ്രത്യേകതകളുള്ള ഒരു ശരീരത്തിനാണ് ഈ രോഗം വന്നിരിക്കുന്നതെന്നാണ്. ഇപ്പം നമുക്കറിയാം ഒരു പനി, ഇപ്പോൾ കോവിഡിൻ്റെ കാലത്ത് തന്നെ നമുക്കറിയാം കോവിഡ് മറ്റൊരസുഖങ്ങളുള്ളവർക്ക്, അതായത് മരണങ്ങൾ കൂടുതലും നടന്നിട്ടുള്ളത് കോവിഡ് മൂലം മരിച്ചിട്ടുള്ളവരും ICU കിടക്കേണ്ട വന്നവരും ഒക്കെ, അതിൻ്റെ കൂടെ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഹാർട്ട് ഡിസീസ്, പലതരം മരുന്നുകൾ കഴിച്ചുകൊണ്ടിരുന്നാലും ആർത്രൈറ്റിസ് ഇതൊക്കെ ഉള്ളവർക്കാണ്, ഇമ്മ്യൂണോസപ്രസൻസ് എടുത്തുകൊണ്ടിരുന്നവരും ഒക്കെയാണ് കൂടുതൽ ഇതിലേക്ക് പോയത്. സെയിം തന്നെ ആപ്ലിക്കബിൾ ആണ് ക്യാൻസറിൻ്റെ കാര്യത്തിൽ. നമുക്ക് മറ്റസുഖങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു ഫിറ്റായിട്ടുള്ള ഒരാൾക്ക് വന്നിരിക്കുന്ന ക്യാൻസറും സെയിം ഒരേ ഗ്രേഡും ഒരേ സ്റ്റേജും ഒക്കെ ആണെങ്കിൽ പോലും അതേസമയത്ത് വേറൊരാൾ ഡയബറ്റിക് ആണ്, ഹൈപ്പർ ടെൻഷൻ ഉണ്ട്, ഹാർട്ട് ഡിസീസ് ഉണ്ട്, അല്ലെങ്കിൽ ഇമ്മ്യൂണോസപ്രസൻസ് എടുക്കുന്നയാളാണ്, രണ്ടും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. അപ്പം അവിടെ നമ്മളുടെ ശരിക്കും നമ്മൾ ഇപ്പോൾ ഒരു റിക്കവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം, നമ്മുടെ ബോഡി തന്നെ, നമ്മുടെ ഉള്ളിലുള്ള ഹീലിംഗ് പവർ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ഡോക്ടർ എന്ന് തന്നെ പറയാം, അതാണ് നമുക്ക് റിയൽ ആയിട്ടുള്ള റിക്കവറി തരുന്നത്. ഇപ്പം നമ്മൾ ഇപ്പം ഇൻഫെക്ഷൻ വന്നാൽ ആൻറ്റിബയോട്ടിക് എടുക്കുന്നതും അല്ലെ മുറിവ് വന്നാൽ നമ്മൾ സ്റ്റിച്ച് ഇടുന്നതും ഒക്കെ അതുപോലെ തന്നെ വരുന്നുള്ളൂ നമ്മളുടെ കീമോതെറാപ്പിയും റേഡിയേഷനും ഒക്കെ വരുന്നത്. ഫൈനലി ഹീലിംഗ് വരുന്നത് മുഴുവൻ നമ്മളുടെ ഉള്ളിൽ നിന്നാണ്. അപ്പോൾ നമ്മളുടെ ഉള്ളിലെ ആ ഹീലിംഗ് പവറിനെ എംപവർ ചെയ്ത് അല്ലെങ്കിൽ അതിനെ ശാക്തീകരിക്കുകയാണ് ഏത് ക്യാൻസർ സിസ്റ്റത്തിനും ക്യാൻസർ കെയറിലും വേണ്ടി വരുന്നത്. പക്ഷേ ഇപ്പം നമ്മൾ പറ്റുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം നമ്മൾ ആകെ കെയർ പോകുന്നത് മുഴുവൻ കീമോതെറാപ്പി എടുത്തോ, റേഡിയേഷൻ എടുത്തോ, അതിൻ്റെ ഡോസ് അല്ലെങ്കിൽ സർജറി ചെയ്തോ, ഈ കാര്യങ്ങൾക്ക് മാത്രമേ വരുന്നുള്ളൂ. അത് യൂഷ്വലി അത് ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ്. പക്ഷെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഈ ട്രീറ്റ്മെൻറ്റുകളെല്ലാം തോറും നമ്മളുടെ ഇന്ത്യൻസിൻ്റെയോ അല്ലെ നമ്മളുടെ ഇന്ത്യൻ ബോഡീസിനനുസരിച്ചല്ല ഇതൊന്നും പ്രോട്ടോക്കോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഓൾ മെഡിസിൻസ് വരുന്ന എല്ലാം പുറത്തുനിന്നുള്ളതാണ്. അമേരിക്കയോ അല്ലെ ഇംഗ്ലണ്ടോ ഫ്രാൻസോ ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന മരുന്നുകളായിരിക്കും.